Third question. In each problem below, draw a circle and a chord to divide it into two equal parts such that the parts are as specified. 1. All angles on one part 80 degree, all angle on one part 110 degree, all angles on one part half of all angles on the other, all angles on one part 1.5 times the angles on the other. അതായത് താഴെ 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു സർക്കിളും അതിനെ ഡിവൈഡ് ചെയ്യുന്ന കോഡും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇവിടെ ഒന്ന് വരച്ചു നോക്കാം. ഒരു സർക്കിളിനെ അതിൻ്റെ കോഡ് 2 അൺഈക്വൽ പാർട്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. വലിയ പാർട്ടിനെ ലാർജർ പാർട്ടെന്നും ചെറിയ പാർട്ടിനെ സ്മോളർ പാർട്ടെന്നും പറയാം. കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ സി എടുക്കുകയാണെങ്കിൽ കോഡ് ലാർജർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളിനെ ഹാഫ് സി എന്നെടുക്കാം. സ്മോളർ പാർട്ടിലേക്ക് കോഡ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളിനെ 180 മൈനസ് ഹാഫ് സി എന്നെടുക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. കോഡ് സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും ലെസ് ദാൻ 180 ആയിരിക്കും. കാരണം നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഏറ്റവും വലിയ കോഡാണ് ഡയമീറ്റർ. ഡയമീറ്റർ സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. വേറെ ഏത് കോഡ് വരച്ചാലും സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ലെസ് ദാൻ 180 ആയിരിക്കും. സോ നമുക്ക് സി ലെസ് ദാൻ 180 എന്ന് എഴുതാം. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു സി ലെസ് ദാൻ 1/2 ഇൻറ്റു 180. ദാറ്റ് ഈസ് ഹാഫ് സി ലെസ് ദാൻ 90 ഡിഗ്രി. ഹാഫ് സി എന്ന് വെച്ചാൽ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ കോഡ് ടു ലാർജർ പാർട്ട് ഓഫ് സർക്കിൾ ആണ്. സോ വി ക്യാൻ റൈറ്റ് ആംഗിൾ ഓൺ ലാർജ് പാർട്ട് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഇനി നമുക്ക് ഹാഫ് സിയെ ലെസ് ദാനിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഹാഫ് സി മൈനസ് ഹാഫ് സി ആകും. അതേപോലെ 90യെ ലെസ് ദാനിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 90 മൈനസ് 90 ആവും. ദാറ്റ് ഈസ് മൈനസ് 90 ലെസ് ദാൻ മൈനസ് ഹാഫ് സി. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 180 ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 180 മൈനസ് 90 ലെസ് ദാൻ 180 മൈനസ് ഹാഫ് സി. ദാറ്റ് ഈസ് 90 ലെസ് ദാൻ 180 മൈനസ് ഹാഫ് സി. ഇതിൽ വലുത് 180 മൈനസ് ഹാഫ് സി ആണ്. സോ നമുക്ക് 180 മൈനസ് ഹാഫ് സി ഗ്രേറ്റർ ദാൻ 90 എന്ന് എഴുതാം. 180 മൈനസ് ഹാഫ് സി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓൺ സ്മോളർ പാർട്ടാണ്. Therefore, angle on smaller part is greater than 90 degree. ഈ 2 പോയിൻറ്റ്സും മാത്രം മതി നമുക്ക് ഈ ആൻസർ ചെയ്യാൻ. ബാക്കിയൊക്കെ നിങ്ങൾ എക്സാമിന് എഴുതണമെന്നില്ല. ഈ 2 പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 80 ഡിഗ്രി. അതായത് ഒരു പാർട്ടിലെ ആംഗിൾസൊക്കെ 80 ഡിഗ്രി വരുന്ന വിധത്തിൽ ഒരു സർക്കിളും അതിൻ്റെ കോഡും വരയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 80 ഡിഗ്രി ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. സോ 80 ഡിഗ്രി വിൽ ബി ആംഗിൾ ഓൺ ലാർജർ പാർട്ട്. ലാർജർ പാർട്ടിലെ ആംഗിൾ ഹാഫ് സി ആണ് നമ്മൾ കണ്ടു. സോ 80 ഈസ് ഈക്വൽ ടു ഹാഫ് സി. സോ സി ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 2 ദാറ്റ് ഈസ് 160 ഡിഗ്രി. സി എന്ന് പറഞ്ഞാൽ കോഡ് സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. അതായത് 160 ഡിഗ്രി ഈസ് ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ കോഡ് ടു സെൻറ്റർ. സോ നമുക്ക് സെൻറ്ററിൽ ഒരു 160 ഡിഗ്രി ആംഗിൾ വരച്ചാൽ അതിൻ്റെ എൻസ് ജോയിൻ ചെയ്താൽ നമുക്ക് നമ്മുടെ കോഡ് കിട്ടും. സോ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. അതിൻ്റെ സെൻറ്ററിൽ ഒരു 160 ഡിഗ്രി ആംഗിൾ വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വരയ്ക്കാം. ഞാൻ ഇവിടെയാണ് വരച്ചിട്ടുള്ളത് 160 ഡിഗ്രി ആംഗിൾ. സോ ഇതിൻ്റെ എൻസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കോഡ് കിട്ടും. ഈ കോഡ് ലാർജർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളൊക്കെ 80 ഡിഗ്രി ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 110 ഡിഗ്രി. അതായത് ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ടിലെ ആംഗിൾസൊക്കെ 110 ഡിഗ്രി വരുന്ന വിധത്തിൽ ഒരു സർക്കിളും അതിൻ്റെ കോഡും വരക്കണം. 110 degree is greater than 90 degree. So 110 degree will be a angle on smaller part. സ്മോളർ പാർട്ടിലെ ആംഗിൾ 180 മൈനസ് ഹാഫ് സി ആണ് നമ്മൾ കണ്ടു. സോ 110 ഈസ് ഈക്വൽ ടു 180 മൈനസ് ഹാഫ് സി. ഹാഫ് സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 110 ദാറ്റ് ഈസ് 70 ഡിഗ്രി. സി ഈസ് ഈക്വൽ ടു 70 ഇൻറ്റു 2 ദാറ്റ് ഈസ് 140 ഡിഗ്രി. സോ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അതിൻ്റെ സെൻറ്ററിൽ 140 ഡിഗ്രി ആംഗിൾ വരയ്ക്കാം. ഈ ആംഗിളിൻ്റെ എൻസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കോഡ് കിട്ടും.
ഈ കോഡ് സ്മോളർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളൊക്കെ 110 ഡിഗ്രി ആവും. തേർഡ് ക്വസ്റ്റ്യൻ, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ അതർ. അതായത് ഒരു പാർട്ടിലെ ആംഗിൾസൊക്കെ മറ്റേ പാർട്ടിലെ ആംഗിൾസിൻ്റെ പകുതി വരുന്ന വിധത്തിൽ ഒരു സർക്കിളും അതിൻ്റെ കോഡും വരയ്ക്കണം. ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എപ്പോഴും ലാർജർ പാർട്ടിലെ ആംഗിൾ സ്മോളർ പാർട്ടിലെ ആംഗിളിനേക്കാളും ചെറുതായിരിക്കും. സോ ഈ ക്വസ്റ്റ്യനിൽ ആംഗിൾ ഓൺ ലാർജർ പാർട്ട് ഈസ് ഹാഫ് ഓഫ് ആംഗിൾ ഓൺ സ്മോളർ പാർട്ട് എന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ. ദാറ്റ് ഈസ് ഹാഫ് സി ഈസ് ഹാഫ് ഓഫ് 180 മൈനസ് ഹാഫ് സി. ദാറ്റ് ഈസ് ഹാഫ് സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 180 മൈനസ് ഹാഫ് സി. That is half c is equal to 180 by 2 minus 1 by 4 c. That is 1 by 2 c plus 1 by 4 c is equal to 90 degree. That is 1 by 2 plus 1 by 4 into c is equal to 90 degree. 4 plus 2 by 4 into 2 c is equal to 90 degree. That is 6 by 8 c is equal to 90 degree. 6നെ 3 into 2 എന്ന് എഴുതാം, 4നെ 2 into 2 എന്ന് എഴുതാം. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3 by 4 c is equal to 90 degree എന്ന് കിട്ടും. c is equal to 90 into 4 by 3. 90യെ 30 into 3 എന്ന് എഴുതാം. That is 30 into 3 into 4 by 3. 3ഉം 3ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 30 into 4 എന്ന് കിട്ടും. That is 120 degree. സോ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അതിൻ്റെ സെൻറ്ററിൽ 120 ഡിഗ്രി ആംഗിൾ വരയ്ക്കാം. ഈ ആംഗിളിൻ്റെ എൻഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോഡ് കിട്ടും. ഈ കോഡ് ലാർജർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഹാഫ് സി ആയിരിക്കും. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് 120 ഡിഗ്രി, ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഈ കോഡ് സ്മോളർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 180 മൈനസ് ഹാഫ് സി ആയിരിക്കും. ദാറ്റ് ഈസ് 180 മൈനസ് 60, ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 1.5 ടൈംസ് ദി ആംഗിൾസ് ഓൺ ദി അതർ പാർട്ട്. അതായത് ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ടിലെ ആംഗിൾസ് മറ്റേ പാർട്ടിലെ ആംഗിൾസിൻ്റെ 1.5 ടൈംസ് വരുന്ന വിധത്തിൽ ഒരു സർക്കിളും അതിൻ്റെ കോഡും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ലാർജർ പാർട്ടിലെ ആംഗിൾ എപ്പോഴും സ്മോളർ പാർട്ടിലെ ആംഗിളിനേക്കാളും ചെറുതായിരിക്കും. സോ ഈ ക്വസ്റ്റ്യനിൽ ആംഗിൾ ഓൺ സ്മോളർ പാർട്ട് ഈസ് 1.5 ടൈംസ് ഓഫ് ആംഗിൾ ഓൺ ലാർജർ പാർട്ട് എന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ. ദാറ്റ് ഈസ് 180 മൈനസ് ഹാഫ് സി ഈസ് ഇക്വൽ ടു 1.5 ടൈംസ് ഓഫ് ഹാഫ് സി. ദാറ്റ് ഈസ് 180 മൈനസ് ഹാഫ് സി ഈസ് ഇക്വൽ ടു 1 പ്ലസ് 1 by 2 ഇൻറ്റു ഹാഫ് സി. ദാറ്റ് ഈസ് 2 പ്ലസ് 1 by 2 ഇൻറ്റു ഹാഫ് സി. ദാറ്റ് ഈസ് 3 by 2 ഇൻറ്റു ഹാഫ് സി. That is 3 by 4 into c. 180 is equal to 3 by 4 c plus 1 by 2 c. That is 3 by 4 plus 1 by 2 into c. That is 6 plus 4 by 4 into 2 c. That is 10 by 8 c. 10നെ 5 into 2 എന്ന് എഴുതാം, 8നെ 4 into 2 എന്ന് എഴുതാം. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 5 by 4 c എന്ന് കിട്ടും. That is c is equal to 180 into 4 by 5. 180യെ നമുക്ക് 36 into 5 എന്ന് എഴുതാം. 5ഉം 5ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 36 into 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 144 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. അതിൻ്റെ സെൻറ്ററിൽ 144 ഡിഗ്രി ആംഗിൾ വരയ്ക്കാം. ഇതിൻ്റെ എൻഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കോഡ് കിട്ടും. ഈ കോഡ് അതിൻ്റെ ലാർജർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഹാഫ് ഓഫ് 144 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് 72 ഡിഗ്രി. ഇതിൻ്റെ സ്മോളർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 180 മൈനസ് ഹാഫ് ഓഫ് 144 ഡിഗ്രി. ദാറ്റ് ഈസ് 180 മൈനസ് 72, ദാറ്റ് ഈസ് 108 ഡിഗ്രി ആയിരിക്കും. A rod bent into an angle is placed with its corner at the center of a circle, and it is found that 1/10 of the circle lies within it. If it is placed with the corner of another circle, what part of the circle would be with it? അതായത് ഒരു റോഡ് മടക്കി ആംഗിളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് അതൊരു സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവെക്കുമ്പോൾ ആ സർക്കിളിൻ്റെ 1/10 പാർട്ട് ഈ ആംഗിളിനുള്ളിൽ വരുന്നുണ്ട്. ഈ ആംഗിൾ മറ്റൊരു സർക്കിളിൻ്റെ കോർണറിൽ കൊണ്ടുവച്ചപ്പോൾ ഈ റോഡിൻ്റെ ഉള്ളിൽ ഈ സർക്കിളിൻ്റെ എത്ര ഭാഗം വരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് റോഡിലെ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. അതിന് നമുക്ക് ഈ ഫിഗർ മതി.
നമുക്കറിയാം ആംഗിൾ അറൗണ്ട് എ പോയിൻ്റ് ഈസ് 360 ഡിഗ്രി. സോ ഇവിടെ ആംഗിൾ അറൗണ്ട് സെൻറ്റർ ഓഫ് സർക്കിൾ ഈസ് 360 ഡിഗ്രി. ദാറ്റ് ഈസ് സെൻട്രൽ ആംഗിൾ ഓഫ് ഫുൾ പാർട്ട് ഓഫ് സർക്കിൾ ഈസ് 360 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ റോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചപ്പോൾ അത് സർക്കിളിൻ്റെ 1/10 പാർട്ട് കവർ ചെയ്യുന്നുണ്ട്. സെൻട്രൽ ആംഗിൾ ഓഫ് 1/10 പാർട്ട് ഓഫ് സർക്കിൾ ഈസ് 360 ഇൻറ്റു 1/10. ദാറ്റ് ഈസ് 36 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റോഡ് ഈസ് 36 ഡിഗ്രി. ഇനി നമുക്ക് ഈ റോഡ് മറ്റൊരു സർക്കിളിൻ്റെ കോർണറിൽ കൊണ്ടുവെക്കാം. ഇപ്പോൾ സർക്കിളിൻ്റെ എത്ര ഭാഗം ഈ റോഡിനുള്ളിൽ വരുന്നുണ്ടെന്നാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഈ ആർക്ക് ഈ സർക്കിളിൻ്റെ എത്ര പോർഷനാണെന്നാണ് നമുക്ക് കാണേണ്ടത്. ആർക്കിൻ്റെ പോർഷൻ കാണണമെങ്കിൽ നമുക്ക് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആർക്ക് സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്യാം. ഇനി നമുക്ക് എല്ലാ പോയിൻറ്റ്സും ABCD മാർക്ക് ചെയ്യാം. ആംഗിൾ ACB 36 ഡിഗ്രിയാണ്. കാരണം നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു ആംഗിൾ ഓഫ് റോഡ് ഈസ് 36 ഡിഗ്രി. നമുക്കറിയാം ആംഗിൾ ACB ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ AOB. കാരണം ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ടു ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആർക്ക് ഈസ് ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക്. സോ ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ACB. ദാറ്റ് ഈസ് 2 ഇൻറ്റു 36. ദാറ്റ് ഈസ് 72 ഡിഗ്രി. നമുക്കറിയാം സെൻട്രൽ ആംഗിൾ ഓഫ് ഫുൾ പാർട്ട് ഓഫ് സർക്കിൾ ഈസ് 360 ഡിഗ്രി. ദാറ്റ് ഈസ് 360 ഡിഗ്രി സെൻട്രൽ ആംഗിൾ മേക്ക് 1 ഫുൾ പാർട്ട് ഓഫ് സർക്കിൾ. അപ്പോൾ 1 ഡിഗ്രി സെൻട്രൽ ആംഗിൾ കാണണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1 ഡിഗ്രി സെൻട്രൽ ആംഗിൾ മേക്സ് 1/360 പാർട്ട് ഓഫ് സർക്കിൾ. Therefore 72 degree central angle make 1/360 into 72 part of circle. That is 72/360 part of circle. 72നെ നമുക്ക് 9 into 8 എന്ന് എഴുതാം. 360യെ 9 into 40 എന്ന് എഴുതാം. 9ഉം 9ഉം കട്ട് ചെയ്യാം. 8/40 1/5 ആണ്. So we got 1/5 part of circle. That is 1/5 part of circle lies within road if road is kept at the corner of circle.